പച്ചക്കായ കിട്ടിയിട്ട് 2-3 ദിവസമായി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് വറവാക്കാമെന്ന് വിചാരിക്കലാന്ന്. അതിനായിട്ട് പച്ചക്കായ ഇതാ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിൽ വേണം നമ്മൾ മുറിച്ചിടാൻ. എന്നാൽ ആ കായ്ക്കുണ്ടാകുന്ന ആ കറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കാണും കേട്ടോ, നല്ല ക്ലീൻ ഉണ്ടാവും. അല്ലെങ്കിൽ കായ് ഒരു കറുത്തിട്ടുണ്ടാവും കേട്ടോ, അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടില്ലെങ്കിൽ. എന്നിട്ട് നല്ലോണം കഴുകിയിട്ടൊന്ന് കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിസിൽ കൊണ്ട് തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കായും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കാന്താരി ഉണക്കിയത് ഒന്ന് കൈകൊണ്ട് ഞരടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും അതുപോലെ തന്നെ നമ്മളെ കായ് വെച്ചതും മാങ്ങ ഇഞ്ചിൻ്റെ നല്ലൊരു അച്ചാറും പിന്നെ ഉണക്ക മത്തി പൊരിച്ചത്, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഞാൻ കുറച്ച് മാങ്ങ നീര് കഞ്ഞിയിലേക്ക് ഒഴിച്ചിന് കേട്ടോ. അങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കുടിക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ആക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് കിച്ചണിലല്ല കേട്ടോ, പുറത്തിരുന്നിട്ടാണ് കുടിച്ചിന്. അപ്പോൾ നമുക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലം കാണുമ്പോൾ നല്ല മനസ്സിന് സുഖമാണല്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഞ്ഞിയും